വളരെ മോശമായിപ്പോയി. വളരെ മോശം. ജനനായകൻ്റെ മൂവി മൊത്തം റിലീസ് ഇതായിട്ടുണ്ട്, ചോർന്നിട്ടുണ്ട്. വളരെ മോശമായിപ്പോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ നല്ലൊരു സാഡ് ന്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ജനനായകൻ മൂവി ലീക്കായിട്ടുണ്ട്. വല്ലാത്ത സാഡ് ന്യൂസായിപ്പോയി. ഇങ്ങനെ ലീക്കായി അത് ഭയങ്കര തെണ്ടിത്തരമാണ്, പിന്നെ ചെറ്റത്തരമാണത്. ബിക്കോസ് അങ്ങനെ ചെയ്യല്ല ഒരിക്കലും. ഒരാൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ആ സിനിമ ഇറക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എല്ലാവരും ചോർത്തിയെടുക്കും. അതെല്ലാം നല്ലൊരു കാരണമല്ല ഇത്. ഇങ്ങനെ ചോർന്ന് അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. എന്നെയും ഇതുവരെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. ആൾക്കാരെല്ലാം വിജയുടെ ലാസ്റ്റ് ഫെയർവെൽ പടമായിട്ട് കാണാൻ വേണ്ടിയിരിക്കുന്ന പടം സഡൻലി അത് ലീക്കായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ഞാൻ രാവിലെ എണീറ്റപ്പോൾ സഡൻലി അറിയുന്ന ന്യൂസ് ഇതൊക്കെയാണ്. വളരെ മോശമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. അവരെ പൈസപരമായാലും എത്ര കോടികൾ മുടക്കിയിട്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ സീൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ആ സീന് ഫുൾ റിലീസ് അതൊക്കെ തിയേറ്ററിൽ ആഘോഷിക്കേണ്ട സീനുകളാണ്. അതെല്ലാം നിങ്ങൾ ലീക്കാക്കി ഇതാക്കിയ ഒരു 9 മിനിറ്റ് സീൻ അല്ലാതെ ഇറങ്ങി 3 മണിക്കൂർ 1 മിനിറ്റിൻ്റെ ഫുൾ മൂവി ലീക്കായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും പാടാണ്. എത്ര പാടുപെട്ടിട്ടായിരിക്കും അവർ. ഈ സിനിമ വല്ലാത്തൊരു പൊളിറ്റിക്കൽ കാര്യം വിജയം കൂടെ ആയതുകൊണ്ട് ഇതിനെ ഇറങ്ങിയില്ല. ഇപ്പോൾ വലിയ വിഷയത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇന്നലെ വോട്ടെടുപ്പൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ആരൊക്കെയാണ് നമുക്ക് കണ്ടറിയാം. അത് ഇറങ്ങാനുള്ള ഇതിലൊക്കെയാണ് ഇരിക്കുന്നത്. സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനുവരി 9, 2026 ഇറങ്ങേണ്ട പടമാണ്. ഡിസംബർ 26 മലേഷ്യയിൽ വെച്ച് ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. എല്ലാം നന്ദിയായി അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. മനോഹരമായിട്ട് തന്നെ അതെല്ലാം നടന്നു. അതിനുശേഷം നമ്മളെല്ലാം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ജനുവരി 9 ഞാൻ ജോർജിയയിലാണെങ്കിൽ ഇവിടെ ഞാൻ ബുക്കാക്കി. അതിൻ്റെ ഇതുവരെ റീഫണ്ട് ഇവിടെ ഒന്നും തന്നിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം ആ പടം ഇറങ്ങാനും കാണാനും എല്ലാവരും. അപ്പോഴാണ് ഈ ഓരോ ന്യൂസുകൾ വരുന്നത്. ഭയങ്കര സങ്കടകരമായ കാര്യമാണത് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും പൈസ മുടക്കിയിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പടമാണ് വിജയരെന്ന് പറഞ്ഞ് എല്ലാം ചെയ്യായിരുന്നു. അപ്പോഴേക്കും സെൻസർ ബോർഡ് ഇഷ്യൂ ആക്കി. പിന്നെ പൊളിറ്റിക്കൽ കാര്യങ്ങളും കളികളും എല്ലാം കാണും. നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ വലുതായിട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര സാഡ് വാർത്തയായിരിക്കും. അതിനുശേഷം ജനുവരി 9 മാറ്റി. പിന്നെ ഹിയറിംഗ് ആക്കി. എന്നിട്ട് അതിപ്പോൾ ഇറക്കാൻ പറ്റൂല. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അവസാനം അങ്ങനെ ഇഷ്യൂ ആയി, മൊത്തം പ്രശ്നമായി. പിന്നെയും മാറ്റി ഹിയറിംഗ് വെച്ച് 14, 20 ഈ മാസം ലാസ്റ്റ് ഫെബ്രുവരി 14, 19 അങ്ങനെ എല്ലാം വെച്ച് ഇപ്പോൾ ഇവിടം വരെ ആയി. പിന്നെ അവസാനം ഇപ്പോൾ പറഞ്ഞ് സിനിമ കട്ട് ചെയ്യാൻ അവർ കേസ് പിൻവലിച്ചു. CBFCക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അവരെല്ലാം കട്ട് ചെയ്തു. എന്നിട്ടും ഒരു വിവരവുമില്ല. ഇത് ഇരിക്കുമ്പോഴാണ് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങണമെന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷ. ഇതുവരെ നമുക്ക് റീഫണ്ട് പോലും കിട്ടിയിട്ടില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ഈ വാർത്തയൊക്കെ കേട്ടാൽ അത് വളരെ മോശം തന്നെയാണ്. നിങ്ങൾ ഇത് ആരാണ് ചെയ്യുന്നത്, അതെല്ലാം മോശമാണ്. അവർ ഓൾറെഡി ഇതെല്ലാം പെട്ടിട്ട് അവർ വന്ന് മാപ്പ് വരെ പറഞ്ഞത്. കെവിൻ പ്രൊഡക്ഷനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. അവർ തന്നെ വന്ന് എഴുതിയിട്ടിട്ടുണ്ട്, നമ്മൾ എങ്ങനെയും ഇതിനെ നേരത്തെ തന്നെ ഇറങ്ങാൻ നോക്കും, നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം, നിങ്ങൾ ഇത്രയും ഇത് തന്നെ ചെയ്തത് തന്നെ വളരെ ഇതെങ്ങനെ ആയിപ്പോയി പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇരിക്കുമ്പോഴാണ് ഈ ഇടയ്ക്കുള്ള ന്യൂസ് പറഞ്ഞത് ആമസോൺ പ്രൈമാണ് അവരെടുത്തത്. ഇത് സാറ്റലൈറ്റ് മറ്റേ അവർ ആമസോൺ പ്രൈമിനാണ് കൊടുത്തത്. ആമസോൺ പ്രൈമോ അവരെന്ന് വിട്ട് എന്താ സ്ട്രീമിങ് ചെയ്യാനോ അതും പറ്റൂല. ഇപ്പോൾ അവർ അതിലും പെട്ടിരിക്കുകയാണ്. വല്ലാത്ത അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമസോണും പറഞ്ഞ് നമുക്ക് നടക്കൂല ഇത്, കാരണം കറക്റ്റ് സമയത്തിന് പടം ഇറങ്ങിയില്ല. അപ്പം അതും നടക്കൂല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരത് പിന്മാറി. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഈ ലീക്കും കൂടെ ആയ ആ പ്രൊഡ്യൂസറിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. 450 കോടി എന്തോ ചില്ലയാണ് ഈ പടം ഇറങ്ങുന്നത്. അവർക്ക് ലാഭം വേണ്ടേ? നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവർ ഇറക്കുമ്പോൾ അവർക്ക് എന്തായാലും വേണ്ടേ? ഭയങ്കര മോശം തന്നെയാണ് ഇത്. വല്ലാത്ത സാഡായിപ്പോയി. ഇങ്ങനെയൊന്നും നിങ്ങൾ ആരും ചെയ്യല്. പിന്നെ ചിലവരുണ്ട് ഫോണിലൂടെ സിനിമ ഫുൾ അങ്ങ് എടുക്കും.
ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇത് ചെയ്യുമ്പോഴും ആൾക്കാർ അവരെ സിനിമയും കൂടി നഷ്ടമാവുകയാണ്. അവർ കഷ്ടപ്പെട്ടാണ് ഇത്രയും വരെ എത്തിച്ചത്. നിങ്ങളിതും കൂടെ ആലോചിക്കണം. നിങ്ങൾ നോക്കിയിട്ടൊക്കെ വേണം ഇതൊക്കെ ചെയ്യാൻ. ഭയങ്കര പാടാണ് ഇതെല്ലാം അവരെ സംബന്ധിച്ച്. അപ്പം ഇങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും ചെയ്യല്ല. അവരെല്ലാം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവരെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ നല്ല വിഷമം തോന്നുന്നു. ബിക്കോസ് അത്രയും ലീക്കായി. അവർ പിന്നെ കേസ് എന്തോ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ടൊറൻറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല ലീക്കും എല്ലാ പടങ്ങളും ഇറങ്ങുന്ന ടൊറൻറ്റ് സൈറ്റിലാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ടെലിഗ്രാമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല. ടൊറൻറ്റിൽ ഇറക്കിയെങ്കിൽ അവർ ഇത് ആലോചിച്ച് നോക്കും എത്ര ഇതാണെന്ന്. അത്ര രീതിയിൽ അവർ ഇറക്കി വെച്ചിരിക്കുന്നു ടൊറൻറ്റിൽ ഫുൾ മൂവി എന്ന് പറഞ്ഞാൽ. ഇപ്പം അത് മാറ്റി അവർ സോറി അത് പൊളിറ്റിക്കിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഇട്ടിട്ടുണ്ട് അതിൽ. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പക്ഷെ അത് ഒരു സമയം എത്ര പേര് കണ്ടായിരിക്കും അതിനുശേഷം. പിന്നെ ഇത് അറിയപ്പെടുന്നത് ഞാനൊരു ന്യൂസ് കണ്ടേ, എനിക്കത് കൺഫേം ഒന്നും അല്ല, അതും കൂടെ നിങ്ങൾ നോക്കണം. ക്രിസ്റ്റഫർ കനകരാജ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ഇറക്കിയെന്നും കേൾക്കുന്നത്. പക്ഷേ തെളിവൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിൽ ചോദിക്കുമ്പോഴെല്ലാവരും പറയുന്നത്, കമൻറ്റിലൊക്കെ പറയുന്നത് അയാൾ ഇതാണ് സിനിമയൊക്കെ ഇറക്കുന്നത്, അയാളാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്കിതിനെപ്പറ്റിയൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഇതൊക്കെ ചെയ്തെങ്കിൽ ഭയങ്കര മോശമാണ്. ഇങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾ. അവർ പടമൊന്നും ഇറക്കട്ടെ, വിജയുടെ ലാസ്റ്റ് പടമല്ലേ, അതെങ്കിലും നല്ല തിയേറ്ററിൽ പോയി ആഘോഷിച്ച് നമുക്ക് കണ്ടു തീർക്കാനുള്ള പടങ്ങളാണ്. നിങ്ങളിങ്ങനെയൊന്നും ചെയ്യല്ലേ ദയവേത്. അപ്പം നിങ്ങൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യല്ലേ. ഏത് പടമായാലും അത് പാടാണ്, അവർക്കെല്ലാം നല്ല ദുഃഖകരമായ കാര്യമാണ്. എന്തായാലും ഞാനിത് അറിഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. ഞാനും വെയിറ്റിംഗ് ആണ്. ഈ പടം എങ്ങനെയും തിയേറ്ററിൽ ഇറങ്ങണം എന്ന് മാത്രമേ പ്രാർത്ഥന ഉള്ളൂ. എങ്ങനെയും ഇറങ്ങിയ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയ പടമാണ്. വിജയുടെ പടം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്, എല്ലാവർക്കും അതറിയാം. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. നിങ്ങളൊക്കെ ആരെങ്കിലും അറിയാതെ കണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ കണ്ടെങ്കിലോ ഇല്ലെങ്കിലോ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും ചെയ്ത മോശമാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ പറയും. എന്തായാലും മോശമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇങ്ങനെ ചെയ്യല്. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതൊക്കെയാണ് കിട്ടിയ ന്യൂസ്. അങ്ങനെ ചെയ്യല്ല ഒരിക്കലും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പം അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.